ഇസ്ലാം പഠിപ്പിക്കുന്നത് നിങ്ങൾ മാസ്ക് ഇട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിക്കോളിന്നല്ല. നിങ്ങൾ ഒറ്റക്കിരിക്കുമ്പോൾ ഒരു മുറിയിൽ നിങ്ങൾ ഒറ്റക്കിരിക്കുമ്പോൾ നിങ്ങളും നിങ്ങളുടെ റബ്ബും മാത്രമാവുന്ന നിമിഷത്തിൽ നിങ്ങളുടെ മനസ്സെന്താണോ, നിങ്ങളുടെ ചിന്ത എന്താണോ, നിങ്ങളുടെ വിചാരങ്ങൾ എന്താണോ, അതാണ് നമ്മൾ ഓരോരുത്തരും. അല്ലേ? അതാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങി നല്ലതായിട്ട് കാര്യമില്ല ഇല്ലേ? എല്ലാ മനുഷ്യന്മാരുടെ അടുത്തും പറയുന്നുണ്ട്, ഹബീബ് പഠിപ്പിക്കുകയാണ്, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആരാണ്? ആരാ ഏറ്റവും ഉത്തമൻ? പള്ളി സെക്രട്ടറി ആയിട്ട് കാര്യമുണ്ടോ? പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് കാര്യമുണ്ടോ? നാട്ടിലുള്ള എല്ലാവരുടെ പ്രശ്നങ്ങളും ഒത്തുതീർപ്പാക്കുന്ന ആളാ? കാര്യമുണ്ടോ? ആർക്ക് പ്രശ്നം വന്നാലും നേരെ ഓടിച്ചെല്ല ഇവരുടെ അടുത്തേക്കാണ്. ഓരോട് ഇടപെട്ട പ്രശ്നം അവിടെ സോൾവ് ആവും. ഒരു കാര്യമില്ല അല്ലേ? എല്ലാം കഴിഞ്ഞ് എല്ലാവരുടെ പ്രശ്നം തീർത്ത് വൈകുന്നേരം കയറി വരുന്ന ഒരിടമുണ്ട്, നമ്മുടെയൊക്കെ കുടുംബം. തൻ്റെ ഇണയിരിക്കുന്ന വീട്, തൻ്റെ മക്കളിരിക്കുന്ന വീട്. ആ വീട്ടിലെങ്ങനെയാണോ തൻ്റെ സ്ത്രീയോട്, തൻ്റെ ഇണയോട് ഏറ്റവും ഉത്തമൻ ആരാണോ അവനാണ് ഭൂമിയിൽ ഏറ്റവും ഉത്തമൻ എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. നാട്ടുകാരോട് നന്നായിട്ട് കാര്യമില്ല. തൻ്റെ വീട്ടിൽ അതെന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, നമ്മൾ ഏറ്റവും സ്വാതന്ത്ര്യം എടുക്കുക എവിടെയാ? ഏറ്റവും നമുക്ക് സ്വാതന്ത്ര്യം ഫീൽ ചെയ്യണത് എവിടെയാ? നമ്മളെ പുരയിലല്ലേ. നമ്മളെ പുരയിൽ ആരാ ഉള്ളത്? നമ്മളെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ മക്കള്, നമ്മുടെ ഉമ്മ ഉപ്പ. ഇവരോടാണ് നമ്മൾ നമ്മളായി വിത്തൗട്ട് മാസ്ക്, ഒരു പേഴ്സണാലിറ്റി ഇല്ലാതെ, പേഴ്സോണ ഇല്ലാതെ നമ്മൾ പെരുമാറുന്നത് നമ്മളെ വീട്ടിലാണ്. അപ്പൊ അവിടെയാണ് നന്നാവാൻ പറയുന്നത്.